സർക്കാർ ആശുപത്രികളിലെ സേവാഭാരതിയുടെ സൗജന്യ ഭക്ഷണ വിതരണത്തിനെതിരെ മന്ത്രി കെ മുരളീധരൻ നടത്തിയ പരാമർശത്തിൽ വ്യാപക വിമർശനം. മന്ത്രി അന്നം മുട്ടിക്കരുതെന്ന് രോഗികളുടെ കൂട്ടിരിപ്പുകാരടക്കം ഒരേ സ്വരത്തിൽ പറയുകയാണ്. ആയിരക്കണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമാകുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തിനെയാണ് മന്ത്രി വിമർശിച്ചത്. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം. അത് ഞങ്ങൾ ആഹാരം വാങ്ങിച്ച് കഴിച്ച് ഇവിടെ സുഖവാസത്തിന് വന്നതല്ല. ഇത് ഞങ്ങളെ ഇല്ലാതാക്കരുത്. ഞങ്ങൾ അന്നവാത് ഇതാർക്കും അത് നിർത്താനുള്ള അവകാശം അത് മന്ത്രിമാരായാലും അത് സാധ്യമായില്ല. ഇത് നിർത്തലാക്കിയാലേ ഞങ്ങൾ അന്നം മുട്ടിക്കുക. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം. അത് ഞങ്ങൾ ആഹാരം വാങ്ങിച്ച് കഴിച്ച് ഇവിടെ സുഖവാസത്തിന് വന്നതല്ല. ഇത് ഞങ്ങളെ ഇല്ലാതാക്കരുത്. ഞങ്ങൾ അന്നവാത് ഇതാർക്കും അത് നിർത്താനുള്ള അവകാശം അത് മന്ത്രിമാരായാലും അത് സാധ്യമായില്ല. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പ്രശാന്ത് ഇപ്പോഴുള്ളത്. ഈ സേവാഭാരതിയുടെ ഭക്ഷണ വിതരണം വലിയ ആശ്വാസമാണ്, അതൊരിക്കലും ഇല്ലാതാക്കരുത് എന്നതിനാണ് രോഗികൾക്കും കൂടെയുള്ളവർക്കും എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. കെ മുരളീധരന്റെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ, പരാമർശത്തിനെതിരെ അത്രത്തോളം പ്രതിഷേധം വിരമ്പുകയാണല്ലേ? കെ പി, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിന് കാഷ്വാലിറ്റിക്ക് സമീപത്താണ്. ഇവിടെയാണ് സേവാഭാരതി കഴിഞ്ഞ 25 വർഷക്കാലമായി ഭക്ഷണ വിതരണം നടത്തുന്നത്, കഞ്ഞി വിതരണം നടത്തുന്നത്. രാവിലെ 11:30 ആരംഭിക്കുന്ന കഞ്ഞി വിതരണം, അതോടൊപ്പം തന്നെ പൊതിച്ചോറും അത് കഴിയുന്നത് വരെ, അവസാനിക്കുന്നത് വരെ തുടരുകയും ചെയ്യും. ഇവിടെയാണ് സേവാഭാരതി കഴിഞ്ഞ 25 വർഷമായി ഇത്തരത്തിൽ ഭക്ഷണപ്പൊതി വിതരണം, കഞ്ഞി വിതരണമെല്ലാം നടത്തുന്നത്. ഇതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ രംഗത്തെത്തിയത്. അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഞ്ഞി വിതരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പരാമർശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകളിൽ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന കഞ്ഞി വിതരണം അത് നടത്താൻ അനുവദിക്കില്ല എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയർന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മന്ത്രിയുടെ പരാമർശം അനുചിതമാണ്, മാത്രമല്ല തങ്ങളുടെ അന്നം മുട്ടിക്കുന്ന സമീപനമാണ് മന്ത്രി പറഞ്ഞത് എന്നാണ് ജനങ്ങളടക്കം, അതായത് കൂട്ടിരിപ്പുകാരടക്കം ഇത്തരത്തിൽ വിമർശിക്കുന്നത്. ഈ കഞ്ഞി വിതരണം അല്ലെങ്കിൽ ഭക്ഷണ വിതരണം എന്ന് പറയുന്നത് അത് മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാരായിട്ടുള്ള അശരണരായിട്ടുള്ള ആളുകൾ, അവർക്ക് കൂട്ടിരിപ്പുകാരും അടക്കമുള്ള ഒരു ആശ്വാസമാണ് ഭക്ഷണ വിതരണം എന്ന് പറയുന്നത്. ആ ഭക്ഷണ വിതരണത്തിനെതിരെയാണ് മന്ത്രി രംഗത്തെത്തിയത്. ഇതിൽ ആണ് പ്രതിഷേധം ശക്തമാകുകയും ചെയ്തത്. സേവാഭാരതി സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടത്തി വരികയാണ്. അത് കേവലം ഒരു ഭക്ഷണപ്പൊതിയിൽ ഒതുങ്ങുന്നത് മാത്രമല്ല, മറ്റ് നിരവധി സേവന പ്രവർത്തനങ്ങൾ, രക്തദാനം അടക്കമുള്ളവ, സൗജന്യ ആംബുലൻസ് സർവീസ്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്തായിട്ട് ഒരു വലിയ കെട്ടിട സമുച്ചയമുണ്ട്. അവിടെ എത്തുന്നവർക്ക് സൗജന്യമായി താമസിക്കാൻ, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ബെഡ് അടക്കമുള്ളവ സജ്ജീകരിച്ചുകൊണ്ട് ഉള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഡയാലിസിസ് സൗകര്യം തിരുവനന്തപുരത്ത് തന്നെ ഫോർട്ടിൽ ഒരു കേന്ദ്രമുണ്ട്. അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ, വിവിധ തലങ്ങളിൽ ഇത്തരത്തിൽ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അത്തരത്തിലുള്ളൊരു സംഘടനയ്ക്കെതിരെയാണ് സംസ്ഥാനത്തൊരു മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളത്. ജനങ്ങളടക്കം ഒന്നടങ്കം പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നേരത്തെ ഈ കഞ്ഞി വിതരണം നടന്ന സമയത്ത് നമ്മളിവിടെ എത്തിയതാണ്. അപ്പോൾ എല്ലാം ഈ കഞ്ഞി വിതരണത്തിൽ എത്തിയവരെല്ലാവരും വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ മന്ത്രി നടത്തിയ പരാമർശം, ആ പരാമർശത്തിനെതിരെ വ്യാപകമായിട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് സേവാഭാരതി കഞ്ഞി വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ്. ഈ ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ കഞ്ഞി വിതരണം കഴിഞ്ഞ കുറേ കാലമായി നടത്തി വരികയാണ്, കഴിഞ്ഞ 25 വർഷമായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ, മറ്റ് സംഘടനകളെല്ലാവരും, രാഷ്ട്രീയ സംഘടനകളെല്ലാവരും ഇത്തരത്തിൽ ഭക്ഷണ പൊതികളായിക്കോട്ടെ, മറ്റ് ഭക്ഷണ വിതരണമായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ടെല്ലാം തുടർന്ന് എത്തിയിട്ടുള്ളതെല്ലാം സേവാഭാരതിയുടെ പ്രവർത്തന മാതൃക മുന്നിൽ കണ്ടുകൊണ്ടാണ്, ആ മാതൃകയിൽ പിൻപറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ എല്ലാവരും എത്തിയത്. അങ്ങനെ ഇരിക്കെ ഇത്തരത്തിലൊരു കേന്ദ്രം സ്ഥാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ ഒരു സ്ഥലത്ത് അവിടെ ഈ ഭക്ഷണത്തിന് സൗകര്യം ഒരുക്കിക്കൊണ്ട് ഈ വരുന്ന പാവപ്പെട്ടവരായിട്ടുള്ള, അച്ഛനായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലൊരു സൗജന്യം ഒരുക്കുമ്പോൾ അതിനെതിരെ മന്ത്രി രംഗത്ത് വന്നത് വ്യാപക വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നത്. ഇത്തരത്തിൽ മന്ത്രി അന്നം മുട്ടിക്കുന്ന സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായതെന്നാണ് വിമർശനം. ചേട്ടാ, ഭക്ഷണത്തിന് വാങ്ങാൻ നിൽക്കുമല്ലേ, മന്ത്രിയുടെ പരാമർശം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ? മന്ത്രിക്ക് അത് ആവശ്യമില്ലാത്ത പരാമർശമല്ലേ? പാവങ്ങൾ വാങ്ങിച്ച് ജീവിച്ചു പോട്ടെ, എന്താ കുഴപ്പം? മന്ത്രി പറഞ്ഞത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നൊരു, അത് ഓരോ ആൾക്കാർക്ക് ഓരോ താല്പര്യം, ഓരോ രീതികളനുസരിച്ചായിരിക്കും. ചേച്ചി എനിക്കൊന്നും പറയാനില്ല.
എന്തിനാണ് മന്ത്രി പറഞ്ഞത്? മന്ത്രി പറഞ്ഞത് ഇത്തരത്തിൽ ഈ ഭക്ഷണപ്പൊതികൾ നിർത്തലാക്കും, കൊടുക്കുന്നത് അത് കഞ്ഞി ആയിക്കോട്ടെ മറ്റൊന്നും കൊടുക്കുന്നതൊക്കെ നിർത്തലാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് സാധാരണക്കാരായ ജനങ്ങളാണ്, അവർക്ക് പിന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ കിട്ടുള്ളൂ. ഇവിടെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു അമ്മയുടെ പറഞ്ഞ കേട്ടായിരുന്നു, പിന്നെ ഒരു ഇതും കിട്ടുന്നില്ലെന്ന്, ആശുപത്രിക്കകത്ത് തന്നെ ഒരു ഇതും കിട്ടണില്ല, ആഹാരമായാലും അങ്ങനെയൊന്നും കിട്ടുന്നില്ല. സംഘടനകൾ, സേവാഭാരതി പോലെയുള്ള എല്ലാ സംഘടനകളും നടത്തുന്ന ഒരു ആശ്വാസമാണ് ആളുകൾ. അതെ, അത് ആശ്വാസമാണ് അവർക്ക്. ഒരുപാട് ആൾക്കാർ ഭീമമായിട്ടുള്ള ചിലവല്ലേ മെഡിക്കൽ കോളേജ് വരുമ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ്. അപ്പോൾ ഭീമമായിട്ടുള്ള ചിലവ്, ആ ചിലവ് കുറച്ച് കുറയ്ക്കാൻ ഈ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം, രോഗിക്കും ഒക്കെ കഞ്ഞി ആയിക്കോട്ടെ മറ്റ് ഭക്ഷണങ്ങളായിക്കോട്ടെ അത് കൊടുക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. അതല്ലേ മുന്നിൽ കാണേണ്ടത്? അതെ അതെ, അത് തന്നെ കാണേണ്ടത്. കെ പി, അത് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ഒരു ആശ്വാസമാണ് ഈ ഭക്ഷണ വിതരണം എന്ന് പറയുന്നത്. ആ ഭക്ഷണ വിതരണം നടത്തുന്ന അവരുടെ ആ ഭക്ഷണ വിതരണത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അതിൻ്റെ നിറം നോക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് സംഘടനയാണ് നടത്തുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ് മന്ത്രി ഇത്തരത്തിൽ വിമർശിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരം വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ആ വിമർശനത്തിൽ ഉറച്ചു തന്നെ വീണ്ടും മന്ത്രി തന്നെ രംഗത്ത് വരുന്നു. ഇങ്ങനെ നിരന്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സേവാഭാരതിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയൊക്കെ ചെയ്തത്. ഇത്തരം വിമർശനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിലൊരു പേരോ അല്ലെങ്കിൽ ഒരു ബോർഡോ വെക്കുന്നത് അത് ഏത് സംഘടനയാണെന്ന് അറിയാൻ കഴിയും. അതിലൂടെ ജനങ്ങൾക്ക് അവരുടെ കൊടുക്കുന്ന ഭക്ഷണം അത് ആ ശുദ്ധിയോടെയും അതോടൊപ്പം തന്നെ വൃത്തിയോടെയുമാണ് ഭക്ഷണം നൽകുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചിരുന്നു. ശരി, ഏതായാലും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, നേരത്തെ നമ്മൾ കണ്ട പ്രതികരണം പോലെ തന്നെയാണ് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഈ ഭക്ഷണ വിതരണം. അത് എന്തിന് നിർത്തലാക്കണം, അതിന് എന്തിന് ഈ ആരോഗ്യമന്ത്രി ഇടപെടണം എന്നുള്ള ചോദ്യമാണ് സാധാരണക്കാരടക്കം ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ മുരളീധരന്റെ പരാമർശത്തിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഉയരുന്നത്.